ദേശപരദേവതയും അനുഗ്രഹപ്രദായിനിയുമായ ബാലഭദ്ര കുടികൊള്ളുന്ന മണ്ണക്കനാട് കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാലയാഘോഷം ശനിയാഴ്ച നടന്നു. നൂറുകണക്കിന് ദേവീഭക്തരാണ് ശനിയാഴ്ച പുലർച്ചെ മുതൽ പൊങ്കാല അർപ്പിക്കുന്നതിനായി കാവിൽ ഭഗവതിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. രാവിലെ 9-ന് ക്ഷേത്രം മേൽശാന്തി ഗരുഡത്തില്ലത്ത് പ്രസാദ് നമ്പൂതിരി ശ്രീകോവിലിനുള്ളിൽ ദീപം തെളിയിച്ച് പൊങ്കാല നടക്കുന്ന പ്രധാന വിളക്കിലേക്ക് അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല ആഘോഷത്തിന് തുടക്കമായത്. പ്രധാന വിളക്കിൽ നിന്നും പൊങ്കാല അർപ്പിക്കുന്നതിനെത്തിയ ഭക്തരുടെ വിളക്കുകളിലേക്ക് ക്ഷേത്ര കാര്യദർശികളും ഊരാഴ്മക്കാരുമൊക്കെയായിട്ടുള്ള കാഞ്ഞിരക്കാട്ടില്ലത്ത് രാമൻ നമ്പൂതിരി, കിഴക്കേടത്തില്ലത്ത് നാരായണൻ നമ്പൂതിരി, കാഞ്ഞിരക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തരുടെ വിളക്കുകളിലേക്ക് ദീപം പകർന്നതോടെ പൊങ്കാല അർപ്പണത്തിന് തുടക്കമായി. 2 മണിക്കൂറോളം നീണ്ട പൊങ്കാലയർപ്പണ ചടങ്ങുകളിൽ ദേവീസ്തുതികളാൽ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. പൊങ്കാല തയ്യാറായതോടെ ക്ഷേത്രം മേൽശാന്തി ഗരുഡത്തില്ലത്ത് പ്രസാദ് നമ്പൂതിരി തീർത്ഥം തെളിയിച്ച് പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു. തുടർന്ന് പ്രസാദ ഊട്ടോടെയാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ സമാപിച്ചത്. വൈകിട്ട് 6:30-ന് ദീപക്കാഴ്ചയോടെ ദീപാരാധന നടന്നു. തുടർന്ന് കളംപൂജ, കളംപാട്ട് തുടങ്ങിയവയ്ക്ക് ശേഷം പ്രശസ്ത TV ചലച്ചിത്ര താരം സാഗർ ഷിയാസും സംഘം അവതരിപ്പിച്ച ഗാനമേളയും മിമിക്സ് പരേഡ് നടന്നു. തുടർന്ന് കാസർഗോഡ് കോട്ടൂർ ശ്രീ കാർത്തികേയ കലാനിലയം അവതരിപ്പിച്ച മഹിഷാസുരവധം യക്ഷഗാനം എന്ന ക്ലാസിക് കലാ പരിപാടി അരങ്ങേറി. 3-ാം ഉത്സവ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-ന് പള്ളി ഉണർത്തലോടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9:30-ന് ചിറയിൽ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ കുംഭകുട ഘോഷയാത്ര, സമൂഹപ്പറ എന്നിവ ആരംഭിക്കും. കുംഭകുട ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തുന്നതോടെ കുംഭകുട അഭിഷേകവും പ്രസാദ ഊട്ടും നടക്കും. ഉച്ചയ്ക്ക് 2-ന് ദേശവഴി എഴുന്നള്ളത്തും സമൂഹപ്പറയും പോക്കാട്, മൈലക്കൽ, നെടുമ്പാറ, പടിക്കുഴ ഭാഗങ്ങൾ നടക്കും. ഉച്ചകഴിഞ്ഞ് 4-ന് ചെറുകുമ്പ് ഭാഗത്തേക്ക് ദേശവഴി എഴുന്നള്ളത്തും താലപ്പൊലിയും ഉണ്ടാവും. വൈകിട്ട് 6:30-ക്ക് താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തുന്നതോടെ ദീപക്കാഴ്ചയും ദീപാരാധനയും നടക്കും. തുടർന്ന് കുറിച്ചിത്താനം കലാപീഠം രതീഷും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. വൈകിട്ട് നൃത്തകലാസന്ധ്യയും ഓട്ടൻതുള്ളലും വിവിധ കലാപരിപാടികളും നടക്കുന്നതിന് പുറമെ രാത്രി 12-ന് ഗരുഡൻ തൂക്കവും അരങ്ങേറും. പൊങ്കാല നിവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കാൻ മേൽശാന്തി അടുത്ത് വരുമ്പോഴത്തേക്ക് അടപ്പുകൾ മാറ്റിവെക്കുക. പൊങ്കാല നിവേദ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഭഗവതി ക്ഷേത്രങ്ങളിൽ സാധാരണ നടന്നു വരുന്നൊരു വിശിഷ്ടമായ വഴിപാടാണ്. ഈ ക്ഷേത്രത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 6-7 കൊല്ലത്തോളമായി. ഓരോ വർഷവും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. ദേവീക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും പൊങ്കാല നടക്കുന്നത്. പൊങ്കാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് അവരവർ തയ്യാറാക്കിയ നിവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള അവസരം ഇതുവഴി കിട്ടുന്നു എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ ചെന്നൊരു വഴിപാട് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാട് എന്നുള്ള അവർക്കൊരു ഒരു ആത്മസംതൃപ്തി കിട്ടുന്നൊരു പോകാൻ അത് ഭഗവതിക്കാണ് അധികം സമർപ്പിക്കുന്നത്, ദേവിക്ക്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് ദേവി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു പ്രതിനിധിയും കൂടെ ആയിട്ടാണ് കാണുന്നത്. ആ രീതിയിലാണ് ആദരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രകൃതിക്ക് വേണ്ടിയുള്ള സമർപ്പണങ്ങൾ കൂടിയാണ് സത്യത്തിൽ പൊങ്കാല എന്ന് പറയുന്നത്. ഈ എല്ലാ
വഴിപാടുകളും യജ്ഞങ്ങളും അവനവന് വേണ്ടിയല്ല. ഹൈന്ദവ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരപ്രകാരം അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, പ്രകൃതിക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ യജ്ഞങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. അവർ ചെയ്യുന്നു, അവർ സമർപ്പിക്കുന്നു. പക്ഷെ അത് പ്രകൃതിക്ക് വേണ്ടിയാണ്, പ്രകൃതിക്ക് സമർപ്പിക്കുന്നതാണ്. പ്രകൃതിയുടെ പ്രതിനിധിയായിട്ടുള്ള ഭഗവതിക്കാണ് സമർപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഭദ്രകാളിയാണ്. ഭദ്രകാളി ഭഗവതി എന്ന് പറയുന്നത് സാധാരണ ആ ചിത്രങ്ങളിലും അതിൻ്റെ കളമെഴുതുമ്പോഴും ഭഗവതിയുടെ കളമെഴുതുമ്പോഴൊക്കെ സംഹാര രൂപിണിയായിട്ട് നിൽക്കുന്നൊരു ദേവിയായിട്ടാണ് എഴുതുന്നത്. പക്ഷേ ദേവി അങ്ങനെയല്ല, എപ്പോഴും അങ്ങനെയല്ല. വളരെ ഭക്തവത്സലയാണ്. ഒരു വാത്സല്യപൂർവ്വം ഭക്തരെ കാണുന്ന ഒരു ഭഗവതി തന്നെയാണ് ഭദ്രകാളി. ഭദ്രകാളി ഇങ്ങനെ സംഹാര രൂപിണിയാവുന്ന ദാരിക നിഗ്രഹം കഴിഞ്ഞതിന് ശേഷമാണ്. ദാരിക നിഗ്രഹം ദാരികൻ കഴിഞ്ഞതിന് മുമ്പ് അതിന് ശേഷവും കലി അടങ്ങുന്നത് വരെ. അതെന്താകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ദാരികൻ ഭഗവതിയുടെ ആശ്രിതരായിട്ടുള്ള ഭക്തരായിട്ടുള്ള സമൂഹത്തിന് വല്ലാത്ത ഭീഷണിയായി തീർന്നപ്പോൾ ആ ദാരികനോടുള്ള ദേഷ്യമാണ് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ദേഷ്യവും പിന്നെ എന്താണ് ഒരു അതുകൊണ്ട് നശിപ്പിക്കാനുള്ളൊരു ആവേശം അത് ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്ന. ചെറിയ അവരാണത്തെ മക്കളെ ഒരാൾ ആക്രമിച്ചാൽ ഏത് അമ്മയും സംഹാര രൂപിണിയാകും. അതുപോലെ തന്നെയാണ് ഈ അമ്മയ്ക്ക് നമ്മളെല്ലാവരും മക്കളാണ്. അപ്പം മക്കളെ ഉപദ്രവിക്കുന്ന ആളുകളുള്ള ഒരു ദേഷ്യം. അതുകൊണ്ട് ദേവി സംഹാര രൂപിണിയായി എന്നുള്ള അതെല്ലാം അല്ലാത്തപ്പോൾ ദേവി വളരെ പ്രസന്നവതനെയാണ്. ആ ദേവിക്കാണ് ഇത് സമർപ്പിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചും ദാരിക നിഗ്രഹം കഴിഞ്ഞ് കലി അടങ്ങിയ ഭദ്രകാളിയാണ് ബാലഭദ്ര. ആ ബാലഭദ്രയ്ക്ക് സ്വയം പാകം ചെയ്ത് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന വഴിപാടാണ്. ഇവിടുത്തെ ബാലഭദ്ര അനുഗ്രഹദായിനിയാണ്. മാത്രമല്ല വിവാഹ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ ഈ ബാലഭദ്രയെ പ്രാർത്ഥിക്കുന്ന വളരെ വിശേഷമാണെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിവാഹപ്രായമെത്തിയ ഒരു കുട്ടി പോലും മണ്ണക്കിനാട്ട് കരയിൽ വിവാഹം കഴിക്കാതിരുന്നു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. വിവാഹപ്രായം എത്തുമ്പോഴേക്കും എവിടെ നിന്നെങ്കിലും നല്ല ആലോചന വന്ന് അവരെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയാണ് മണ്ണക്കിനാട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം ദേവിയുടെ അനുഗ്രഹമാണെന്നാണ് പണ്ടുള്ളവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും ആ വിശ്വാസം തുടർന്ന് പോരുന്നുണ്ട്. അതുകൊണ്ട് മംഗല്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ പൊങ്കാലയിടുന്നത് വളരെ വിശേഷമാണെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് ഇവിടെയുള്ളത്. ഈ പൊങ്കാല അവരർപ്പിക്കുന്നതും ഇമാതിരി മംഗല്യ സിദ്ധിക്കും ഐശ്വര്യ സിദ്ധിക്കും വേണ്ടിയിട്ടാണ്.